ഹായ് ഓൾ, എഡ്യൂഹബിന്റെ എഡ്യൂക്കേഷൻ റാപ്പിഡ് റിവിഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ UGC നെറ്റിന്റെ സെക്കൻഡ് പേപ്പറായ എഡ്യൂക്കേഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് അനലൈസ് ചെയ്യുന്നത്. ഇന്ന് റീഡിംഗ് കോംപ്രഹെൻഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ നോക്കുന്നത്. അതായത് ഒന്നുകിൽ ഒരു 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ രണ്ട് റീഡിംഗ് കോംപ്രഹെൻഷനായിട്ട് നമുക്ക് പേപ്പർ 2-ലും ചോദിക്കാറുണ്ട്. സോ അങ്ങനത്തെ ഒരു റീഡിംഗ് കോംപ്രഹെൻഷനാണ് നമ്മൾ നോക്കുന്നത്. ഇതൊന്ന് വായിക്കാം. Communication is much more difficult when there is a difference in opinion between employee and supervisor or between any colleague at work than when they agree. Laura Carroll has outlined a series of steps for employees to use when they wish to communicate or a problem to an employer or a coworker or to get a negative situation resolved. അതായത് ഇവിടെ കമ്മ്യൂണിക്കേഷനെ പറ്റിയാണ് പറയുന്നത്. എംപ്ലോയിയും സൂപ്പർവൈസറും തമ്മിലും അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് തമ്മിലൊക്കെ ഒരു ഡിസഗ്രിമെന്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നു കഴിഞ്ഞാൽ, അതായത് അവർ പറയുന്ന വ്യൂ പോയിന്റ്സുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഡിഫിക്കൽട്ടാണ്. ലോറോ കാരൽ കുറച്ച് സ്റ്റെപ്സുകൾ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു പ്രോബ്ലം എംപ്ലോയേഴ്സിനോട്, കോവർക്കേഴ്സിനോട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു പോസിറ്റീവ് സിറ്റുവേഷൻ ആക്കാനായിട്ട് അല്ലെങ്കിൽ റിസോൾവ് ചെയ്യാനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് കുറച്ച് സ്റ്റെപ്സ് അല്ലെങ്കിൽ കുറേയധികം സ്റ്റെപ്സുകൾ put forward ചെയ്തിട്ടുണ്ട്. The central idea is the idea of creating a thought process that fosters an understanding of what the problem is and how it can be resolved. She suggests that the employees see the problem from others person's point of view and make certain that the facts of the situation are true from both viewpoints. കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഡിഫറൻസ് റിസോൾവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് ആ ഒരു പ്രോബ്ലം എന്താണ്, നമുക്കത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ പറ്റി ഒരു തോട്ട് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. എംപ്ലോയേഴ്സ് ഒരു പ്രോബ്ലത്തിനെ അവരുടെ പോയിന്റിൽ നിന്നും ബാക്കിയുള്ളവരുടെ പോയിന്റിൽ നിന്നും കാണാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും കൂടി ആ പ്രോബ്ലത്തിനെ വിലയിരുത്താനായിട്ട് ശ്രമിക്കണം. മനസ്സിലാക്കി രണ്ട് പോയിന്റിൽ നിന്നും നോക്കുമ്പോൾ ഉള്ള ഫാക്റ്റുകളും അതനുസരിച്ച് എങ്ങനെ റിസോൾവ് ചെയ്യാന്നുള്ളതിനെ പറ്റി അവർക്ക് കൂടുതലൊരു ഐഡിയ കിട്ടും. അപ്പോഴാണ് അവർക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇഫ് ദിസ് ക്യാൻ ബി ഡൺ, then there exists a level non-judgmental playing field from which solution can arise without hurt feelings and misgivings. This is what the communication process is all about. Respect for yourself, your ideas and those of the other person. Under the stress of differences, however, it is all too easy for empathy to disappear and judgment to take the center stage. Any difficult conversation is really 3 conversations in one all operating at the same time. ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ്, അതായത് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് നമുക്ക് ആ ഒരു ഫാക്റ്റിനെ നോക്കി കാണാനായിട്ട് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും ഫീലിങ്സിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട്, അത് ആരുടെയും പാർഷ്യാലിറ്റി, ആരുടെയും ഭാഗം ചേരാണ്ട് നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ ബാക്കിയുള്ളവരെ റെസ്പെക്ട് ചെയ്യണം, അവരുടെ ഐഡിയാസിനെ റെസ്പെക്ട് ചെയ്യണം. നമ്മളെപ്പോലെ തന്നെ, അതായത് നമ്മളെപ്പോലെ തന്നെ അവർക്കും ഐഡന്റിറ്റി ഉണ്ട്, അവർക്കും ഐഡിയാസും ഉണ്ട്. നമ്മൾ നമ്മുടെ ഐഡിയാസിനെ, വ്യൂ പോയിന്റിനെ റെസ്പെക്ട് ചെയ്യുന്നത് പോലെ തന്നെ അവരുടേത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഇങ്ങനെയായി കഴിയുമ്പോൾ നമുക്ക് ജഡ്ജ്മെന്റിന് ഒരു സെന്റർ സ്റ്റേറ്റ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും. എന്ത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോൺവെർസേഷൻ ആണെങ്കിലും അതൊരു 3 കോൺവെർസേഷനാണ്, അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സെയിം ടൈമിലാണ് എന്നാണ് നമ്മൾ പറയുന്നത്. The first is the what happened conversation in which you describe my story and the other person defends theirs instead of exploring each other's stories and acknowledging what each party contributed to the issue. Second is the feeling conversation, which is often regarded as the unprofessional and may be discouraged in the workplace. However,
Emotions are always present. They are normal and they are data that can more fully inform the nature of the conflict. Finally, there is the identity conversation in which their involved may feel that some of their identity is threatened. Leaders with the social competence can navigate these three conversations and transform them into a one learning conversation at a time. ഈ കോൺവെർസേഷനിലെ ആദ്യം എന്ന് പറയുന്ന വാട്ട് ഹാപ്പൻ, എന്ത് പറ്റി എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ മൈ സ്റ്റോറി, അതായത് നമ്മുടെ ഭാഗം വിവരിക്കുന്നത്. ഇത് നടന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത് അവനവരുടെ വ്യൂ പോയിന്റ്സിനെ ഡിഫെൻഡ് ചെയ്യുകയാണ്. നമ്മൾ അവരുടെ സ്റ്റോറി എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ അവരെന്താണ് ഈ ഇഷ്യൂലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നോ നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ഭാഗത്തെ ഡിഫെൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ് എപ്പോഴും ചെയ്യത്തുള്ളൂ. രണ്ടാമത്തെ കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഫീലിംഗ് ആണ്. അത് ഒരു അൺപ്രൊഫഷണൽ ആയിട്ടാണ് കാണപ്പെടുന്നത്. അത് നമ്മൾ വർക്ക് പ്ലേസിൽ ഒരിക്കലും എൻകറേജ് ചെയ്യരുതെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഇമോഷൻ എന്ന് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അതിലൂടെ മാത്രമേ നമുക്ക് കോൺഫ്ലിക്റ്റിന്റെ നേച്ചർ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ലാസ്റ്റ് വരുന്നതാണ് ഐഡന്റിറ്റി കോൺവെർസേഷൻ. ഇവിടെ നമ്മൾ ചിന്തിക്കുവാണ്, അല്ലെങ്കിൽ നമുക്കൊരു ചിന്ത വരും, നമ്മുടെ ഐഡന്റിറ്റി ഇവിടെ ത്രെട്ടണായ, നമ്മുടെ ഐഡന്റിറ്റി ഇവിടെ എന്താ പറയുന്നത്, അവർ എക്സ്പ്ലോർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു, അതിന്റെ ഒരു ഭംഗി കുറഞ്ഞു, അല്ലെങ്കിൽ അതിനൊരു മങ്ങൽ ഏൽപ്പിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു ഭാഗത്താണ്. സോഷ്യൽ കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു ലീഡർ ഈ 3 കോൺവെർസേഷനിലൂടെ നാവിഗേറ്റ് ചെയ്യുകയും ഇതിനെ ഒരു ലേണിംഗ് കോൺവെർസേഷൻ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയും വേണം. ഒരു കാര്യം, അതായത് കമ്മ്യൂണിക്കേഷൻ, അതിന്റെ 3 സ്റ്റെപ്പുകള്, ഇതൊക്കെയാണ് ഈ ഒരു പോർഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കമ്മ്യൂണിക്കേഷൻ ബിക്കം ഡിഫിക്കൽട്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ്? കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഡിഫിക്കൽട്ട് ആകുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ഈ പാസേജിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് വെച്ചിട്ടാണ് ആൻസർ ചെയ്യേണ്ടത്. ചിലപ്പോൾ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറെ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും, പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ആൻസർ ചെയ്യാനായിട്ട് പോകരുത്. പാസേജിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് വെച്ചിട്ടാണ് ആൻസർ ചെയ്യാവുള്ളൂ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ, ഡിഫറൻസ് ഇൻ ദ നേച്ചർ ഓഫ് വർക്ക് അലോട്ടഡ് ആൻഡ് ഡൺ, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ബിറ്റ്വീൻ എംപ്ലോയി അറ്റ് വർക്ക്, ഡിഫറൻസ് ഓഫ് ട്രീറ്റ്മെന്റ് ഗിവൻ ടു എംപ്ലോയീസ് ആൻഡ് ഡിഫറൻസ് ഓഫ് ലാംഗ്വേജ് സ്പോക്കൺ ബൈ എംപ്ലോയീസ്. ഇതിന്റെ അന്ന് കറക്റ്റ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യണം. പാരഗ്രാഫിലെ ആദ്യത്തെ സെന്റൻസ് തന്നെ പറയുന്ന ഇതാണ്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. ഏതൊക്കെ സിറ്റുവേഷനിലാണ്? അതായത് എംപ്ലോയറിന്റെയും സൂപ്പർവൈസറിന്റെയും ഒപ്പീനിയൻ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ, കോവർക്കേഴ്സിന്റെ വ്യൂ പോയിന്റ് തമ്മിൽ വ്യത്യാസം ഉണ്ടായി കഴിയുമ്പോൾ, അതുപോലെ തന്നെ നെഗറ്റീവ് സിറ്റുവേഷൻസ് വന്നു കഴിയുമ്പോൾ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ, ഡിഫറൻസ് ഇൻ ദ നേച്ചർ ഓഫ് വർക്ക് അലോട്ടഡ് ആൻഡ് ഡൺ, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ബിറ്റ്വീൻ എംപ്ലോയി അറ്റ് വർക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ നീഡഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ എ നെഗറ്റീവ് സിറ്റുവേഷൻസ്? നെഗറ്റീവ് സിറ്റുവേഷൻസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഏതൊക്കെ സ്റ്റെപ്പുകളാണ് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിയേറ്റ് എ തോട്ട് പ്രോസസ് ടു ഫോസ്റ്റർ അണ്ടർസ്റ്റാൻഡിംഗ്, ഇനേബിൾ people to see the problem from others' perspective, speak loudly and clearly, create a non-judgmental playing field for both parties, understand the language of receiver. Create a thought process to foster understanding. അത് ശരിയാണ്. Enable people to see the problem from others' perspective, അതും ശരിയാണ്. Speak loudly and clearly, അത് ഇവിടെ കൊടുത്തിട്ടില്ല. ക്രിയേറ്റ് എ നോൺ ജഡ്ജ്മെന്റൽ പ്ലേയിങ് ഫീൽഡ് ഫോർ ബോത്ത് പാർട്ടീസ്, അത് ശരിയാണ്. അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ദ റിസീവർ, അത് ഇവിടെ കൊടുത്തിട്ടില്ല. സോ ആൻസർ വരുന്ന 1, 2 and 4 ആണ്. ഓപ്ഷനിൽ ഡി ആണ്. നമ്മുടെ സെക്കൻഡ്, തേർഡ് പാരഗ്രാഫിലായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്രൈബ് ദ മീനിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? മീനിങ് ഓഫ് കമ്മ്യൂണിക്കേഷനെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റിലാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. A. Respect for culture, community and nation. B. Respect for self, one's ideas and others' ideas. C. Respect for family, self and other ideas. And last one, communication is a two-way process. Third paragraphil കൊടുത്തിട്ടുണ്ട്. This is what the communication process is all about. Respect for yourself, your ideas and those of the other person. Answer option B ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്കംസ്റ്റൻസ് എംപതി ഈസ് റീപ്ലേസ്ഡ് ബൈ ജഡ്ജ്മെന്റ്? ഏതൊക്കെ സർക്കംസ്റ്റൻസിലാണ് എംപതി ജഡ്ജ്മെന്റുമായിട്ട് റീപ്ലേസ് ചെയ്യപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ, ഇൻ കേസ് ഓഫ് സെയിം ഒപ്പീനിയൻ ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ. B, in case of large number of people to be communicated. C, in case of informal communication. And last one, in case of difference of opinion between sender and receiver. Answer option D ആണ്, in case of difference of opinion between sender and receiver. And last question, which competency is needed in a leader to navigate a difficult conversational situation to a meaningful learning conversation? അതായത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ സിറ്റുവേഷനെ ഒരു മീനിങ് ആയിട്ടുള്ള ലേണിംഗ് കോൺവെർസേഷൻ ആക്കി മാറ്റാനായിട്ട് ലീഡറിന് ആർജിച്ചെടുക്കേണ്ട കോമ്പീറ്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ, സോഷ്യൽ ഇന്റലിജൻസ്. ബി, ഇമോഷണൽ ഇന്റലിജൻസ്. സി, മൾട്ടിപ്പിൾ ലാംഗ്വേജ്. ആൻഡ് ഡി, മാനിപ്പുലേറ്റീവ് സ്കിൽസ്. ആൻസർ ഓപ്ഷൻ എ ആണ്, സോഷ്യൽ ഇന്റലിജൻസ് ആണ്. നമ്മൾ പറഞ്ഞു സോഷ്യൽ കോമ്പീറ്റൻസ് ഉള്ള ഒരു ലീഡറിനാണ് ഈ ഒരു സിറ്റുവേഷനെ ട്രാൻസ്ഫോം ചെയ്ത് ഒരു മീനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന്. Next paragraph. Organizational change is a complex and continuous process having several sequential aspects. In the process of planned change, several actors are involved: the corporate management, the external consultants, the counterpart, implementation team, the chief implementer, and the task forces. Every actor performs specific functions. The investment of time and energy in the process work in the beginning helps to smoothen progress on task achievement later. The implementation of change is itself a complex process and requires a great deal of attention. Planning is followed by action, leading to the institutionalization and stabilization of change. The monitoring of progress is necessary and forms a small feedback loop in correcting action. There is always resistance to any change being introduced. Sometimes resistance play a positive role in warning the organization of possible consequences. Generally, resistance is caused by various kinds of fear and lack of attention to the actual process. Effective strategies for coping with the resistance can be achieved by understanding and dealing with the source of resistance. ഓർഗനൈസേഷണൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ചേഞ്ച് എന്ന് പറയുന്നത് വളരെ സങ്കീർണമായതും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിൻ്റെ അകത്ത് വളരെയധികം ആസ്പെക്ട്സുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സുകൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലാൻഡ് ചേഞ്ചിന്റെ പ്രോസസ്സിലാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒത്തിരി ആക്ടേഴ്സും ഉൾപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേറ്റ് മാനേജ്മെന്റ്, എക്സ്റ്റേണൽ കൺസൾട്ടൻസ്, കൗണ്ടർ പാർട്ട്, ഇംപ്ലിമെന്റേഷൻ ടീം, ചീഫ് ഇംപ്ലിമെന്റർ ആൻഡ് ടാസ്ക് ഫോഴ്സസ് എന്നിവരാണത്. ഈ ഓരോ ആക്ടേഴ്സിനും സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. ഒരു പ്രോസസ്സിന്റെ ബിഗിനിങ്ങിൽ നമ്മൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമും എനർജിയുമാണ് ആ ഒരു പ്രോസസ്സിന്റെ സ്മൂത്ത് ആയിട്ടുള്ള വളർച്ചയ്ക്കും അങ്ങനെ പിന്നീട് അതിന്റെ അച്ചീവ് ചെയ്യുന്നതിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ചേഞ്ച് ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ ചേഞ്ച് വരുത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള, അതായത് ഒരു സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിൻ്റെ അകത്ത് വളരെയധികം ശ്രദ്ധ കൂടിയേ തീരൂ. പ്ലാനിങ്ങിന് ശേഷമാണ് ആക്ഷൻ നടക്കുന്നത്. അങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനും സ്റ്റെബിലൈസേഷനും നടക്കുന്നത്. അതായത് പ്ലാനിംഗ് ആണ് ഒരു ചേഞ്ചിന്റെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ആക്ഷൻ. ഈ ആക്ഷനാണ് പിന്നീട് ഇതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനും സ്റ്റെബിലൈസേഷനും ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു പ്രോഗ്രസിന്റെ ഒരു മോണിറ്ററിങ്, അതായത് നമ്മൾ ഇതിനെ എപ്പോഴും വീക്ഷിക്കുന്നത് വളരെ നെസസറിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഫീഡ്ബാക്കുകൾ അനിവാര്യമാണ്. ഫീഡ്ബാക്കിലൂടെ നമ്മളത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു മാറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ എപ്പോഴും ഒരു റെസിസ്റ്റൻസ്, അതായത് അതിനോടുമായിട്ട് യോജിക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ഒരു സ്വഭാവം ഉള്ളതാണ്. ചില ഇടങ്ങളിൽ അല്ലെങ്കിൽ ചില സമയത്ത് ഈ റെസിസ്റ്റൻസ് തന്നെ ഒരു പോസിറ്റീവ് റോളാണ്. അതായത്
ഇതിന്റെ കോൺസിക്വൻസിനെ നമുക്കത് വാൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കത് മുൻകൂട്ടി കാണിച്ചു തരുന്നുണ്ട്. പൊതുവെ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് നമ്മുടെയൊക്കെ ഫിയർ കൊണ്ടും അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ കുറവ് കൊണ്ടാണ്. അതൊരു ആക്ച്വൽ പ്രോസസ്സിനോടുള്ള നമ്മുടെ ഒരു പേടിയും, അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു പേടിയും, അതുപോലെ തന്നെ നമുക്ക് അതിനോട്ടുമായിട്ട് പഴയ രീതിയിൽ അങ്ങ് കറക്റ്റായിട്ട് അറ്റൻഷൻ കൊടുത്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ടൊക്കെയാണ് വരുന്നത്. പക്ഷേ നമ്മൾ ഈ റെസിസ്റ്റൻസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജി ആയിട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കുകയും അത് ഡീല് ചെയ്യുന്നതും ആണ് നമുക്ക് ഈ റെസിസ്റ്റൻസിനെ കോപ്പി ചെയ്യാനുള്ള എഫക്റ്റീവ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഓർഗനൈസേഷണൽ ചേഞ്ച് എന്താണ്, അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്, ഒരു ചേഞ്ച് വന്നു കഴിയുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആ ചേഞ്ച് വരുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് എന്താണ്, ആ റെസിസ്റ്റൻസ് വരുന്നത് എന്തുകൊണ്ടാണ്, അങ്ങനെയുള്ളയൊക്കെ കാര്യങ്ങളാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ പ്രോസസ് ഓഫ് പ്ലാന്റ് ചേഞ്ച് ഹു പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോള്. അതായത് ചേഞ്ച് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് റോൾ ആർക്കൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോർപ്പറേറ്റ് മാനേജ്മെന്റ്, കൺസ്യൂമേഴ്സ്, എക്സ്റ്റേണൽ കൺസൾട്ടന്റ്, ഇംപ്ലിമെന്റേഷൻ ടീം, ചീഫ് ഇംപ്ലിമെന്റർ. നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. കോർപ്പറേറ്റ് മാനേജ്മെന്റ്, എക്സ്റ്റേണൽ കൺസൾട്ടൻസ്, കൗണ്ടർ പാർട്ട്, ഇംപ്ലിമെന്റേഷൻ ടീം, ചീഫ് ഇംപ്ലിമെന്റർ ആൻഡ് ടാസ്ക് ഫോഴ്സസ് എന്നതാണ് പ്ലാന്റ് ചേഞ്ചിന്റെ സെവറൽ ആക്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. കോർപ്പറേറ്റ് മാനേജ്മെന്റ്, എക്സ്റ്റേണൽ കൺസൾട്ടൻസ്, ഇംപ്ലിമെന്റേഷൻ ടീം, ചീഫ് ഇംപ്ലിമെന്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേഞ്ച് ക്യാൻ ബി സ്റ്റെബിലൈസ്ഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ ബൈ. ചേഞ്ച് എങ്ങനെയാണ് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാനും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാനും പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങും ഇംപ്ലിമെന്റേഷനും വഴിയാണ് നമുക്ക് ചേഞ്ചിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പ്ലാനിങ് ഈസ് ഫോളോഡ് ബൈ ആക്ഷൻ ലീഡിംഗ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് ചേഞ്ച്. ആൻസർ ഓപ്ഷൻ എ ആണ്, സിസ്റ്റമാറ്റിക് പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഫീഡ്ബാക്ക് കൊടുക്കണം, മോണിറ്റർ ചെയ്യണം ചേഞ്ച് പ്രോസസ്സ്, ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ കൊടുക്കണം. പക്ഷേങ്കിൽ സ്റ്റെബിലൈസ് ചെയ്യുന്നത് എപ്പോഴും പ്ലാനിങ്ങും ഇംപ്ലിമെന്റേഷനുമാണ്. ഫോർ ആൻ ഓർഗനൈസേഷണൽ ചേഞ്ച് ടു ബി സക്സസ്ഫുൾ, വാട്ട് ഈസ് എസെൻഷ്യൽ? ഒരു ഓർഗനൈസേഷണൽ ചേഞ്ച് സക്സസ്ഫുൾ ആകണമെങ്കിൽ എന്താണ് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ, മോട്ടിവേഷൻ ഓഫ് എംപ്ലോയി, ബി, ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ, സി, മോണിറ്ററിംഗ് ഓഫ് പ്രോഗ്രസ് മെയ്ഡ് ആൻഡ് ഡി, സപ്പോർട്ട് ഓഫ് ദ സൊസൈറ്റി. ആൻസർ ഓപ്ഷൻ സി ആണ്, മോണിറ്ററിംഗ് ഓഫ് പ്രോഗ്രസ് മെയ്ഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓർഗനൈസേഷണൽ ചേഞ്ച് ഈസ് റെസിസ്റ്റഡ് ബിക്കോസ് ഓഫ്. എന്തുകൊണ്ടാണ് ഓർഗനൈസേഷണൽ ചേഞ്ച് റെസിസ്റ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ഫിയർ ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ആൻഡ് അൺസർട്ടനിറ്റി, ബി, നോ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ടു എംപ്ലോയി, സി, സോഷ്യൽ പ്രഷർ, ഡി, ചേഞ്ച് ഇൻ ഇന്റർനാഷണൽ സിനാരിയോ. ആൻസർ ഓപ്ഷൻ എ ആണ്, ഫിയർ ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അൺസർട്ടനിറ്റി ആണ്. ഫിയറും ലാക്ക് ഓഫ് അറ്റൻഷനുമാണ് നമ്മൾ റെസിസ്റ്റൻസ് മെയിൻലി കോസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ ആൻ ഓർഗനൈസേഷൻ കോപ്പ് അപ്പ് വിത്ത് റെസിസ്റ്റൻസ് ടു ചേഞ്ച്? എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷന് റെസിസ്റ്റൻസ് ആയിട്ട് കോപ്പപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? എ, adhere to strict rules of organization, B, motivate employees to work, C, convey to the employee that is needed for organizational development, and last, work strategy after understanding the source of resistance. Answer D ആണ്, work strategy after understanding the source of resistance ആണ്. റെസിസ്റ്റൻസിന്റെ സോഴ്സ് എന്താണെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് റെസിസ്റ്റൻസിനെ നമുക്ക് കോപ്പി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ലാസ്റ്റ് സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് 10 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് അനലൈസ് ചെയ്ത. പാരഗ്രാഫിൽ നിന്നാണ്, അതായത് പാരഗ്രാഫ് തന്നിട്ട് അതിന്റെ അകത്ത് നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്ന ഒരു സെക്ഷനാണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്തത്. ഇത്
പരീക്ഷയ്ക്ക് മസ്റ്റായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റ് പേപ്പറിലും സെക്കൻഡ് പേപ്പറിലും ഇതുണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പാരഗ്രാഫുകൾ നമ്മൾ റീഡ് ചെയ്യുക, അതിന് ആൻസർ ചെയ്യുക. അങ്ങനെ നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് വൊക്കാബുലറി ഈസിയായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. സോ അതിനായിട്ട് നിങ്ങൾ കുറച്ച് ഇപ്പം ഹിന്ദി നമ്മുടെ സബ്ജക്റ്റ് അല്ല, അതുകൊണ്ട് നമുക്ക് പാടായിരിക്കും. നമുക്ക് ഇംഗ്ലീഷ് തന്നെയായിരിക്കും എളുപ്പം. സോ ഇംഗ്ലീഷിലുള്ള ന്യൂസ് പേപ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലും പേപ്പർ കട്ടിങ്ങുകളൊക്കെ നമ്മൾ കുറച്ച് വായിക്കാനായിട്ടും അതിൻ്റെ അകത്ത് അറിയില്ലാത്ത വാക്കുകളുടെ മീനിങ് കണ്ടുപിടിക്കാനും അതൊക്കെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒന്ന് മെമ്മറൈസ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാം. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക്